ഓക്കെ, ഇനി ഞാനിവിടെ കുത്തനെയുള്ള ഒരു കയറ്റത്തും ഇറക്കത്തും വണ്ടി പാർക്ക് ചെയ്യുന്നത് നിങ്ങളെ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാണോ ഒരു വാഹനം പാർക്ക് ചെയ്യേണ്ടത്, അതോ ഹാൻഡ് ബ്രേക്ക് ഏറ്റവും ആദ്യം വലിച്ചിട്ടതിന് ശേഷം പിന്നെ ഗിയറിലിട്ടാണോ ഒരു വാഹനം പാർക്ക് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഒരു നിരപ്പ് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വെറുതെ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ മതിയോ? ഇങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ ഹാൻഡ് ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ വന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് വാഹനം ഓടിക്കുന്നവർക്കും വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഒരു ചോദ്യം, ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ടതിന് ശേഷമാണോ ഹാൻഡ് ബ്രേക്കിൽ ഇടേണ്ടത്, അതോ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടാണോ ഗിയറിലിട്ടൊരു വാഹനം പാർക്ക് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു വണ്ടിയുടെ ഗിയർ ബോക്സിന്റെ പ്രവർത്തനത്തെക്കുറിച്ചൊരു ധാരണയില്ലാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹാൻഡ് ബ്രേക്കിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിലും അതോടൊപ്പം തന്നെ എമർജൻസി ആയിട്ട് നമുക്കൊരു വണ്ടി നിർത്തേണ്ട സിറ്റുവേഷനിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാർക്കിംഗ് ബ്രേക്കായി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിടുന്ന അവസരങ്ങളിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം പിന്നീട് ഗിയറിലിട്ട് വാഹനം പാർക്ക് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ലോപ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാണ് നമ്മൾ പിന്നീട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നതെങ്കിൽ ഓൾറെഡി വണ്ടിയുടെ വെയിറ്റ് ലോഡ് മൊത്തം താങ്ങുന്നത് ആ ഒരു ഫസ്റ്റ് ഗിയർ ആയിരിക്കും. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഈ ഗിയറിലിട്ട് വാഹനം പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ രണ്ടാമത് ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ കൂടുതലായിട്ട് ഈ ഗിയറിൽ വാഹനം ഇടുന്നത് കൊണ്ട് തന്നെ കാലക്രമേണ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം പിന്നീട് ഗിയറിലിട്ടാണ് വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ ഹാൻഡ് ബ്രേക്കിലിട്ട് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ വാഹനം ആ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലേക്ക് പൂർണ്ണമായിട്ട് വാഹനത്തിൻ്റെ വെയിറ്റ് വരികയും അതോടൊപ്പം പിന്നീട് നമ്മൾ ഗിയറിലിടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒരു വെയിറ്റ് ഗിയർ ബോക്സിൽ വാഹനത്തിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, അപ്പോൾ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്കിന് പ്രോബ്ലം ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ലോങ് ആയിട്ട് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് വരുന്ന അവസരങ്ങളിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് മാറേണ്ടി വരും. അതോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു എഫിഷ്യൻസിക്ക് കുറവ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 1500 അല്ലെങ്കിൽ ഒരു 2000 റുപ്പീസിനുള്ളിൽ വരുന്ന ഒരു ചെലവ് മാത്രമേ നമുക്ക് ഈ കേബിൾ ഒന്ന് മാറി ഇടാനായിട്ട് വരത്തുള്ളൂ. എന്നാൽ ഒരു വണ്ടിയുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലോ വളരെയധികം ചെലവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം ഗിയറിലിട്ട് വാഹനം പാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഞാനിവിടെ കുത്തനെയുള്ള ഒരു കയറ്റത്തും ഇറക്കത്തും വണ്ടി പാർക്ക് ചെയ്യുന്നത് നിങ്ങളെ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ ഈ കാര്യങ്ങളൊന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കാം. ഇവിടെ ഒരു ചെറിയൊരു കയറ്റമുണ്ട്. ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതേ ഈ ഒരു കയറ്റത്തോട്ട് വരികയാണ്. ഞാനിതേ ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് കൊടുത്ത് ഈ കയറ്റം കയറുകയാണ്. നമുക്കിവിടെ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയൊന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കുക, നമുക്കിതേ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഞാനിതിവിടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നു. നിങ്ങൾ നോക്കുക, സൈഡിലേക്ക് ഇവിടെ വണ്ടി ഞാൻ ഒതുക്കി നിർത്തിയതിന് ശേഷം നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി കൊടുക്കുന്നു. അതിനുശേഷം ഞാനിതേ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഞാനിത് ജസ്റ്റ് ബ്രേക്കിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് അയച്ചു നോക്കുകയാണ്, വണ്ടി ഹാൻഡ് ബ്രേക്കിലായോ. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി വണ്ടി ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു പിടുത്തത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തു. അതിനുശേഷം വണ്ടിയുടെ ഇഗ്നീഷൻ ഞാനിത് ഓഫ് ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുത്തു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഓൾറെഡി ഏറ്റവും കൂടുതൽ പിടുത്തം വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്കിനാണുള്ളത്. അതിനുശേഷമാണ് ഗിയറിലേക്ക് വന്നത്. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു പിടുത്തം ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞാൽ പോലും വാഹനം ഗിയറിൽ നിന്നോളൂ. ഇനി കുത്തനെയുള്ളൊരു കയറ്റത്താണ് നിങ്ങൾ ഇത്തരത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു കല്ലും കൂടെ എടുത്ത് വെക്കുന്നത് ഏറ്റവും സേഫ് ആയിരിക്കും. വണ്ടിയുടെ ബൈക്കിലെ ടയറിൻ്റെ പുറകിൽ ഒരു കല്ലും കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിരിക്കും. ഇതെല്ലാം ഒരു സാധാരണ മെക്കാനിസം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ഒരു കല്ലും കൂടെ എടുത്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ കുത്തനെയുള്ള ഇറക്കത്തിലെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ വരുന്നു, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മതി. ഇത് ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഇനി മെല്ലെ വണ്ടി നമ്മൾ കയറ്റത്ത് മുന്നോട്ടെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വാഹനം തിരിച്ചതിന് ശേഷം ഞാൻ ഇറക്കത്തൊന്ന് പാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ തിരിക്കാനായിട്ടുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്കിവിടെ തന്നെ തിരിക്കാം. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. നമുക്കിവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഞാനിത് ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിവിടെ വാഹനം നിർത്തിയിടുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഞാൻ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി കൊടുക്കുന്നു. ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഞാനിത് ജസ്റ്റ് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും പതുക്കെ ഒന്ന് കാലയക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലയച്ചു. ഇപ്പോൾ ഓൾറെഡി വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് കിടക്കുന്നത്. ഇനി ഞാൻ അതിനോടൊപ്പം തന്നെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ശേഷം വണ്ടിയുടെ കീ ഓഫ് ആക്കുന്നു. ഇനി ഞാനിത് വെളിയിലിറങ്ങി നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി ഹാൻഡ് ബ്രേക്കിലും അതിനോടൊപ്പം തന്നെ റിവേഴ്സ് ഗിയറിലുമാണ് കിടക്കുന്നത്. ഒപ്പം നമ്മൾ ചെറിയൊരു കല്ലും കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും സേഫായിട്ട് തന്നെ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഇറക്കത്തിലും കയറ്റത്തിലും പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലും നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു കയറ്റത്ത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോൾ ബാക്ക് ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടതിന് ശേഷം ഏറ്റവും ടോർക്കുള്ള ഫസ്റ്റ് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ബാക്കിൽ ചെറിയൊരു കല്ലും കൂടി എടുത്ത് വെച്ചേക്കുക. ഇനി നിങ്ങളൊരു വാഹനം കുത്തനെയുള്ള ഇറക്കത്തിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചതിന് ശേഷം ഏറ്റവും ടോർക്ക് കൂടിയ മറ്റൊരു ഗിയറായ റിവേഴ്സ് ഗിയറിലിട്ട് നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു ചോദ്യം വന്നതാണ്, ഒരു വണ്ടി ഒരു നിരപ്പ് റോഡിൽ പാർക്ക് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ ഗിയർ ന്യൂട്രൽ ആക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്കിൽ പാർക്ക് ചെയ്താൽ മതിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടുക. അതിനുശേഷം ഗിയറിലിട്ട് മാത്രമേ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ന്യൂട്രലാണ് വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ വാഹനത്തിന് ഒരു തരത്തിലുള്ള പിടുത്തവുമില്ല. ഓൾറെഡി ആ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ മാത്രമായിരിക്കും വാഹനം നിരപ്പത്ത് കിടക്കുന്നത്. എന്നാൽ നമ്മൾ ഗിയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിന്റെയും അതോടൊപ്പം തന്നെ ഗിയറിന്റെയും കൂടെ പിടുത്തമുള്ളപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെ ഒരു വണ്ടി നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു തരത്തിൽ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും വാഹനം ഓടിക്കുന്നവർക്കും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ വാഹനം പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് കാണാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.